കേരള സ്റ്റോറിക്ക് പ്രദർശനാനുമതിയില്ല. 15 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നു ഹൈക്കോടതി. ഷപ്ന വിശദമായി പറയും. ഷപ്ന പറയൂ, എങ്ങനെയാണ് തീരുമാനങ്ങൾ? ഹൈക്കോടതി ഈ സിനിമ കാണാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ നിർമ്മാതാക്കൾ അത് തടഞ്ഞു എന്ന് കോടതി തന്നെ ഇപ്പോൾ പറയുന്നു. ഏതായാലും ഈ സിനിമ മതസൗഹാർദ്ദത്തെ തകർക്കും, അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിന് വിള്ളലുണ്ടാക്കുന്നതാണ് എന്ന സൂചനയുണ്ട്. കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗം അത്തരത്തിലുള്ള സൂചന നൽകുന്നതാണ് എന്ന് കോടതി വിലയിരുത്തുകയും തുടർന്ന് സെൻസർ ബോർഡിനോട് വീണ്ടും ഈ സിനിമ കണ്ട് തീരുമാനമെടുക്കാൻ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 15 ദിവസത്തേക്ക് ഇതിൻ്റെ പ്രദർശനാനുമതി തടഞ്ഞിരിക്കുന്നു. ഇടക്കാല ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. 15 ദിവസത്തിന് ശേഷം വീണ്ടും സെൻസർ ബോർഡ് ഈ സിനിമ കാണണം, കണ്ട് ഇതിൽ തീരുമാനമെടുക്കണം എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നാളെ റിലീസിങ്ങിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഇത്തരത്തിൽ നിർമ്മാതാക്കൾക്ക് വലിയ തിരിച്ചടിയായിട്ടുള്ളത്. രാവിലെ ഈ ഹർജി പരിഗണിക്കുകയും എത്രയും വേഗം ഹർജി പരിഗണിച്ച് ഇതിന് സ്റ്റേ ആണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കണം എന്ന് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഈ ഹർജി പരിഗണിക്കൂ എന്ന് കോടതി വ്യക്തമാക്കുകയും ഇപ്പോൾ അല്പസമയം മുമ്പ് കോടതിയിൽ വാദം കേൾക്കുകയും ചെയ്തു. തുടർന്നാണ് കോടതി 2 ഹർജികൾ, അതായത് കണ്ണൂർ സ്വദേശിയായ ശ്രീദേവ് നമ്പൂതിരി അടക്കം നൽകിയ 2 ഹർജികൾ നിലനിൽക്കും എന്ന് കോടതി വ്യക്തമാക്കി. തുടർന്നാണ് അതോടൊപ്പം തന്നെ ഇത് പ്രദർശിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് മറ്റ് ഹർജികളും നൽകിയിരുന്നു. അത്തരത്തിലുള്ള ഹർജികൾ കോടതി തള്ളി. ഈ പ്രദർശിപ്പിക്കരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുള്ള ഹർജികൾ നിലനിൽക്കും. ഹർജിക്കാരുടെ വാദത്തിൽ പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതായാലും 15 ദിവസത്തേക്ക് ഇതിൻ്റെ പ്രദർശനാനുമതി തടഞ്ഞിരിക്കുകയാണ്. നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചിരുന്നത് വലിയ മുതൽ മുടക്കിൽ നിർമ്മിച്ച സിനിമയാണ്, നാളെ റിലീസിംഗ് വെച്ചിരിക്കുകയാണ്, സാമ്പത്തിക നഷ്ടമുണ്ടാകും. അതോടൊപ്പം തന്നെ ഇത് കെട്ടുകഥയല്ല, നടന്ന സംഭവങ്ങൾ ചിത്രീകരിച്ചിരിക്കുകയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, മതേതരത്വം തകർക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ സിനിമയിലില്ല, കേരള സ്റ്റോറി ഒന്നിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 15 ദിവസത്തേക്ക് പ്രദർശനാനുമതി തടഞ്ഞിട്ടുള്ളത്. ഷപ്ന, മറ്റു സംഭവങ്ങളൊന്നും കാണാത്ത പോലെ ഇത്തവണ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിലടക്കം അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നല്ലോ. കോടതി ഇത് കാണുന്നതിനെയൊക്കെ ഒരു വിമർശന ബുദ്ധിയോടുകൂടി തന്നെ കോടതിയെ സമീപിക്കുന്ന ഒരു രീതി നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നല്ലോ. എത്രത്തോളം തിരിച്ചടിയാണ് ആ രീതിയിലുള്ള സമീപനത്തിന് കിട്ടിയത്? സംഗീത, ഏതായാലും കോടതി ഇതിൽ നിരീക്ഷിച്ചിട്ടുള്ളത് ഈ സിനിമ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിലുള്ള സിനിമയാണ് എന്ന രീതിയിൽ കോടതി ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ചില സൂചനകളുണ്ട്. ഈ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്ത് മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള സൂചനകളുണ്ട്. ഈ ടീസർ അടക്കം പരിശോധിക്കുന്ന അത്തരത്തിൽ വ്യക്തമാകുന്നുണ്ട്. നിർമ്മാതാക്കൾ പറയുന്നതനുസരിച്ച് അത്തരം ഒരു കാര്യങ്ങളില്ല എന്ന് പറയുന്നു. പക്ഷേ ഹർജിക്കാർ ഇതിൽ കൃത്യമായ വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ വാദങ്ങൾ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ വിഷയം കൈകാര്യം ചെയ്തത്. കോടതി ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഈ സിനിമ നേരിട്ട് കാണാം എന്ന നിലപാടിലായിരുന്നു കോടതി ഉണ്ടായിരുന്നത്. എന്നാൽ നിർമ്മാതാക്കൾ ഇത് എതിർത്തിരുന്നു. സിനിമ കോടതി കാണരുത്, ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു അധികാരം പ്രയോഗിക്കരുത്, സിനിമ കാണാതെ തന്നെ ഇതിൽ വിലയിരുത്തണം, കാരണം ഈ ഹർജി നിലനിൽക്കുന്നതല്ല, ഹർജി നിലനിൽക്കുമോ എന്ന നിയമപ്രശ്നത്തിൽ വാദം നടത്തിയതിനു ശേഷം വേണം കോടതി തീരുമാനമെടുക്കാൻ എന്നായിരുന്നു നിർമ്മാതാക്കളുടെ വാദം. കാരണം ഇത്തരം ഒരു ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അത് കോടതി പരിഗണിക്കരുത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അവകാശത്തിൻ്റെ പുറത്ത് നൽകിയിട്ടുള്ള ഈ ഹർജി നിലനിൽക്കില്ല എന്നൊരു വാദം നിർമ്മാതാക്കൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ഹർജിക്കാർ പറഞ്ഞത് ഇത് കേരളത്തിന് പുറത്തുള്ള കാര്യമാണ്, കേരളത്തിന് പുറത്തുള്ള സംഭവങ്ങൾ കേരളത്തിൻ്റേത് എന്ന പോലെ ചിത്രീകരിച്ചിരിക്കുന്നു, അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. കേരളം എന്ന പേര് ഇതിൽ ചേർത്തിരിക്കുന്നു. കേരളം ഒരു മതസൗഹാർദ്ദ സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്ത് മതവിദ്വേഷം പകർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ വരുന്നത് അത് ഈ ഒരു ഹാർമണിയെ ബാധിക്കും എന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ഏതായാലും കോടതിയും അത്തരത്തിൽ ചില നിരീക്ഷണങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 15 ദിവസത്തേക്ക് സ്റ്റേ അനുവദിച്ച് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. 15 ദിവസത്തിന് ശേഷം സെൻസർ ബോർഡ് ഈ സിനിമ വീണ്ടും കാണണം. വീണ്ടും കണ്ടതിന് ശേഷമായിരിക്കണം ഇതിൽ പ്രദർശനാനുമതി നൽകേണ്ടത്. പ്രദർശനാനുമതി നൽകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഹർജിക്കാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് സെൻസർ ബോർഡ് കൃത്യമായി നിരീക്ഷിക്കണം എന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്.